ഞാൻ വിചാരിച്ചു ഭയങ്കര എന്താ പറയുക ഒരു അവാർഡ് മൂവി പോലെയൊക്കെ വിചാരിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടപ്പോൾ. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഇതിൽ രഹസ്യമൊന്നുമില്ല. മറ്റു നടന്മാർ ഇങ്ങനെ പുതുമകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മൂപ്പറിൻ്റെ അഭിനയം എല്ലാം സൂപ്പറായിട്ടുണ്ട്. കാശി പടം എല്ലാവരും കാണണം. നല്ല പടാ, എല്ലാവരും കാണാം. കുറേ മീനിങ് ഉണ്ട്, നമ്മള് സമീപിക്കാൻ അനുസരിച്ചുണ്ടാവും. മീനിങ് ഉണ്ട്, അത് ശ്രദ്ധിച്ച് നമ്മൾ കണ്ട സൂപ്പർ സാധനം. നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് അതിനനുസരിച്ചിട്ടൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുമോ വെച്ച് നോക്കിയിട്ട്. സിനിമ നന്നായിട്ടുണ്ട്. പ്രതീക്ഷ ലെവല് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സിനിമകളെ കാണുന്ന പോലെ കണ്ടിട്ട് കാര്യമില്ലായിരുന്നു. പക്ഷെ പടം നന്നായിട്ടുണ്ട്. അതിൽ മമ്മൂട്ടിയുടെ നല്ലൊരു അഭിനയം, ഹരിശ്രീ അശോകൻ്റെ മകൻ സുപ്രകാശ് നന്നായിട്ടുണ്ടായിരുന്നു. സൂപ്പറായി. അത് നമ്മളെ ഒരു 98 കാണുന്ന ആളുകൾക്കുള്ള ഫീലിംഗ് ഇല്ലേ. ഇപ്പോഴത്തെ യൂത്തുകൾ കണ്ട് ഇനി പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പക്ഷെ 98 ആളുകളൊക്കെ ഇപ്പോഴും കാണുന്ന ആളുകളുണ്ടെങ്കിൽ സൂപ്പറായി ഇഷ്ടപ്പെടും. എൻ്റെ അഭിപ്രായത്തിന് അടിപൊളിയായിട്ടുണ്ട് പടം. സൂപ്പറായിട്ടുണ്ട്. മമ്മൂക്കയുടെ അല്ല, മറ്റേ സെറ്റും കാര്യങ്ങളും മൂപ്പറിൻ്റെ അഭിനയം എല്ലാം സൂപ്പറായിട്ടുണ്ട്. സെറ്റ് വർക്ക് സൂപ്പറായിരുന്നു. ആർട്ട് വർക്ക് സൂപ്പറായിരുന്നു, ഗംഭീരമായിരുന്നു. താങ്ക് യു. മമ്മൂട്ടിയെല്ലാം സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് കാണാൻ തോന്നും, അത്രയ്ക്കും കിടക്കാശി. ഇപ്പം അടുത്തിറങ്ങിയ പടത്തിനുള്ള സൂപ്പർ പടം. എന്താടാ ട്രോളൊന്നും വേണ്ട. നമ്മള് മറ്റേ ഇതുണ്ടായിരുന്നല്ലോ ഓപ്പൺ ഹൈമർ, കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി കാണാൻ അടുത്ത പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കറക്റ്റ് സ്യൂട്ടാണ് അതിന് സിനിമയ്ക്ക്. ഞാൻ വിചാരിച്ചു ഭയങ്കര എന്താ പറയുക ഒരു അവാർഡ് മൂവി പോലെയൊക്കെ വിചാരിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടപ്പോൾ. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റി തരുന്നൊരു പടമാണ്. എവിടെയും ഒരു ക്യൂരിയോസിറ്റിക്ക് ഒരു ബ്രേക്ക് തരാതെ എന്തായിരിക്കും എന്ന്, നെക്സ്റ്റ് മൂമെൻ്റ് എന്തായിരിക്കുമെന്ന് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കി കാണുന്നൊരു സിനിമ. വളരെ നന്നായിരുന്നു, നല്ല എക്സ്പീരിയൻസ്. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോ ചിത്രങ്ങൾ വരുമ്പോഴും നമ്മളെ വിസ്മയിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 2004 തുടക്കത്തിൽ തന്നെ ഒരു വലിയ ഹിറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. തന്നെയല്ല ഈ സിനിമയിൽ നമ്മളൊന്നും കാണാത്തയും ദർശിക്കാത്തയും പല രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഉദാഹരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമ്മൾ സിനിമ കാണാൻ തുടങ്ങിയ സമയങ്ങളിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കണ്ടിട്ടില്ല. അതൊരു പുതിയ അനുഭവമാണ്. മറ്റൊന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ അങ്ങേരെടുത്തിട്ടുള്ള വേഷം, അതൊരു വളരെ വിസ്മയിപ്പിക്കുന്നൊരു വേഷം തന്നെയാണ്. കൂടാതെ ആ സിനിമയിൽ അഭിനയിച്ച മറ്റു എല്ലാ താരങ്ങളും വളരെ നല്ലൊരു സിനിമയാണ്. തീർച്ചയായും ഈ പടം തിയേറ്ററിൽ പോയി എല്ലാ പ്രേക്ഷകരും കാണണമെന്നാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. മമ്മൂക്കിയും സിദ്ധാർത്ഥ് ഭരതനും അതുപോലെ തന്നെ അർജുന അശോകൻ കിടിലായിരുന്നു. മൂന്ന് ക്യാരക്ടറും കിടിലം, നല്ല അഭിനയമായിരുന്നു. വളരെ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തിൽ ഇറങ്ങിയ പടങ്ങളാണെങ്കിലും അതിനു മുമ്പുള്ള പടങ്ങളാണെങ്കിലും ഓരോ പടങ്ങൾ വരുമ്പോഴും അവിടെ തികച്ചും ആ വേഷത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തി പുതിയൊരു അനുഭവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ഒരു ചരിത്രം ഓരോ സിനിമകളിലും വരുമ്പോഴും അയാൾ തിരുത്തിക്കുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലാന്ന്. പക്ഷേ ഓരോ സീന് കാണുമ്പോൾ അവിടെ ഏതൊക്കെ കളർ ഗ്രേഡിങ് എന്തൊക്കെയായിരിക്കും വരെ നമുക്ക് തന്നെ സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട്. പലവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊരു ഈ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ വന്നാൽ എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ കാണേണ്ട ഒരു ചിത്രമാണെന്നുള്ളത് തോന്നിപ്പോയി. നമുക്ക് മാത്രം ഇതുപോലുള്ള സബ്ജക്റ്റുകൾ കണ്ടുപിടിക്കുന്ന വിജയിക്കുന്നതിനുള്ള ഒരു രഹസ്യം എന്തായിരിക്കും? ഇതിൽ രഹസ്യമൊന്നുമില്ല. മറ്റു നടന്മാർ ഇങ്ങനെ പുതുമകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മമ്മൂക്ക പലവരെയും കഥ കേൾക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് ആ ബോധം അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ ഭംഗിയായി സിനിമയാക്കാൻ അയാൾ ശ്രമിക്കുന്നു. അത്ര തന്നെ. അല്ലാതെ മറ്റു നടന്മാരൊന്നും മോശക്കാരോ അഭിനയം കഴിവില്ലാത്ത ആൾക്കാരോ അല്ല. പക്ഷെ പുതുമകൾ കണ്ടെത്താൻ അവരുടെ കൊണ്ടൊന്നും കഴിയുന്നില്ല. അത് മമ്മൂക്കയിലൂടെ മാത്രം തന്നെയാണ് ആ ഒരു എന്താ പറയുക ആ ഒരു ധൈര്യം, അത് ഏറ്റെടുക്കാനുള്ളൊരു ചങ്കൂറ്റം, ഇങ്ങനെയൊക്കെ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള സ്വയം ഒരു ബോധം, അത് മമ്മൂക്കാക്ക് മാത്രമേ ഉള്ളൂ. എനിക്കൊന്നുമില്ല, എല്ലാവരെ കൊണ്ട് കാണാൻ പറയാം. നല്ല മൂവിയായിരുന്നു. ഓക്കെ, താങ്ക് യു.